ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സാമാണ്, എന്നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1, 2, 3, 4 ക്ലാസ്സുകളുടെ കൂട്ടുകാർക്ക് 21-ാം തീയതി മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 21, 22, 23, 25, 26 തീയതികളിലായിട്ടാണ് എക്സാമുകൾ നടക്കുന്നത്. 1-ാം ക്ലാസ്സിന് ഇംഗ്ലീഷ് ഉത്കൃതിതം 1, ഉത്കൃതിതം 2, ഉത്കൃതിതം 3, അറബിക്ക് സംസ്കൃതം, ഈ രീതിയിലാണ് എക്സാം. 2-ാം ക്ലാസ്സിനാണെങ്കിൽ അറബിക്ക് സംസ്കൃതം, 2-ാം ദിവസം ഉത്കൃതിതം 1, ഉത്കൃതിതം 2, ഉത്കൃതിതം 3, ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അവസാനം ഇംഗ്ലീഷാണ്. 3-ാം ക്ലാസ്സിന് ഇംഗ്ലീഷ് പരിസര പഠനം, അറബിക്ക് സംസ്കൃതം, അതുപോലെ തന്നെ ഗണിതം, മലയാളം, തമിഴ്, കന്നഡ, ഈ രീതിയിലാണ്. ഇനി 4-ാം ക്ലാസ്സിനാണെങ്കിൽ മലയാളം, തമിഴ്, കന്നഡയാണ് ആദ്യത്തെ എക്സാം 21-ാം തീയതി. പിന്നെ ഇംഗ്ലീഷ് എക്സാം, പിന്നെ ഗണിതം, പിന്നെ അറബിക്ക് സംസ്കൃതം, പിന്നെ ലാസ്റ്റ് പരിസര പഠനം. ഇനി 5, 6, 7 ക്ലാസ്സുകളിലെ കൂട്ടുകാർക്ക് 18-ാം തീയതി മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 18, 19, 20, 21, 22, പിന്നെ 23, 25, 26 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. 5-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അറബിക്ക്, മലയാളം, സംസ്കൃതം, തമിഴ്, കന്നഡ, ഇവയാണ് ആദ്യത്തെ എക്സാം. പിന്നെ 19-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നത് ഇംഗ്ലീഷാണ്. 20-ാം തീയതി നടക്കുന്നത് മലയാളം 2 ആണ്. പിന്നെ 21-ാം തീയതി നടക്കുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ്. 22-ാം തീയതി അടിസ്ഥാന ശാസ്ത്രം. പിന്നെ 23-ാം തീയതി കലാപ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസമാണ്. 25-ാം തീയതി ഗണിതം, 26-ാം തീയതി ഹിന്ദി, ഇങ്ങനെയാണ്. 6-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളം സെക്കൻഡാണ് ആദ്യത്തെ എക്സാം. 2-ാമത്തെ എക്സാം മലയാളം, അറബിക്ക്, സംസ്കൃതം, ആ എക്സാമാണ്. 3-മതായിട്ട് ഹിന്ദിയാണ് നടക്കുന്നത്. പിന്നെ സാമൂഹ്യശാസ്ത്രം. പിന്നെ 22-ാം തീയതി നടക്കുന്നത് കലാപ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം. 23-ാം തീയതി നടക്കുന്നത് അടിസ്ഥാന ശാസ്ത്രം. 25-ാം തീയതി ഇംഗ്ലീഷ്, അവസാനം ഗണിതം. ഇനി 7-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആദ്യം തന്നെ മലയാളം സെക്കൻഡാണ്, പിന്നെ ഇംഗ്ലീഷാണ്, അതിനുശേഷം മലയാളം, അറബിക്ക്, സംസ്കൃതം, തമിഴ് എന്ന ആ ഒരു എക്സാമുകൾ സെക്കൻഡ് ലാംഗ്വേജ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കലാപ്രവൃത്തി, കായിക വിദ്യാഭ്യാസമാണ് 21-ാം തീയതി നടക്കുന്നത്. 22-ാം തീയതി ഹിന്ദി, 23-ാം തീയതി അടിസ്ഥാന ശാസ്ത്രം, 25-ാം തീയതി ഗണിതം, അവസാനം സാമൂഹ്യ ശാസ്ത്രം. ഓക്കെ, ഇനി നമുക്ക് 8, 9 ക്ലാസ്സുകളിലെ ടൈം ടേബിളും കൂടെ നോക്കാം. 8, 9 ക്ലാസ്സുകളിലും നമുക്ക് 1-ാം തീയതി ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 1-ാം തീയതിയാണ്. ഒന്നാമതായിട്ട് 9-ാം ക്ലാസ്സിന് 1-ാം ഭാഷ പേപ്പറാണ്. ആ ദിവസം നമ്മുടെ 8-ാം ക്ലാസ്സിന് പരീക്ഷയില്ല. അവർക്ക് 5-ാം തീയതി ചൊവ്വാഴ്ചയാണ്. 8-ാം ക്ലാസ്സിന് 1-ാം ഭാഷ പേപ്പർ 2, 9-ാം ക്ലാസ്സിന് 1-ാം പേപ്പർ ഭാഷ 2 തന്നെയാണ്, ഒരേ എക്സാമാണ്. ഇനി വ്യാഴാഴ്ച നടക്കുന്നത് 7-ാം തീയതി വ്യാഴാഴ്ച 9-ാം ക്ലാസ്സിന് ഇംഗ്ലീഷ്, 8-ാം ക്ലാസ്സിന് ഇംഗ്ലീഷ്. വ്യാഴാഴ്ച നടക്കുന്നത് 9-ാം ക്ലാസ്സിന് ഹിന്ദി, 8-ാം ക്ലാസ്സിന് കലാകായിക പ്രവൃത്തി പരിചയം. ഇനി 16-ാം തീയതി നടക്കുന്നത് സാമൂഹ്യശാസ്ത്രം തന്നെയാണ്, 9-ാം ക്ലാസ്സിനും 8-ാം ക്ലാസ്സിനും. ഇനി അടുത്തത് 21-ാം തീയതിയാണ്. അത് 9-ാം ക്ലാസ്സിന് ഗണിതം, 8-ാം ക്ലാസ്സിന് ഹിന്ദി. 23-ാം തീയതി 9-ാം ക്ലാസ്സിന് ഫിസിക്സ്, 8-ാം ക്ലാസ്സിന് അടിസ്ഥാന ശാസ്ത്രം. 26-ാം തീയതി 9-ാം ക്ലാസ്സിന് കലാകായിക പ്രവൃത്തി പരിചയം, 8-ാം ക്ലാസ്സിന് ഗണിതം. അതുപോലെ തന്നെ 27-ാം തീയതി 9-ാം ക്ലാസ്സിന് ബയോളജി. ഇങ്ങനെയാണ് എക്സാമുകൾ നമ്മൾ ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക. നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ ഓരോ വിഷയങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.